എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് മഞ്ഞുകാലമൊക്കെ ആയിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചുമയും കഫക്കെട്ടും വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടുമൊക്കെ കാരണം എത്ര മരുന്ന് കഴിച്ചാലും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലും കുറവില്ല എന്നാണ് കേൾക്കണത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു മരുന്ന് വെള്ളം നമുക്ക് തയ്യാറാക്കാം. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് വേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഇനി വേണ്ടത് തുളസി, പിന്നെ വേണ്ടത് ചുക്ക്. ഇഞ്ചി എടുക്കരുത്, ചുക്ക് തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി വേണ്ടത് കുരുമുളകാണ്. ഇനി വേണ്ടത് നല്ല ജീരകം, ചെറുജീരകം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചുമയ്ക്കും കഫക്കെട്ടിനും പനിക്കൊക്കെ ഉള്ള ഒരു ഒറ്റമൂലി ഇവിടെ തയ്യാറാക്കാം. ഉരക്കല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കാം. ചുക്ക് ഇതുപോലെ ഒന്ന് ചതച്ച് കല്ലിലിട്ട് ചതച്ചിട്ട് വേണം മിക്സിയുടെ ജാറിൽ ഇട്ട് പൊടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ല. അതുപോലെ നിങ്ങൾ എല്ലാതും ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം വേണം തയ്യാറാക്കാനായിട്ട്. ഇനി മരുന്ന് വെള്ളം തയ്യാറാക്കാം. പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് അളവിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അളവിൽ വേണം. ഇതുപോലെയുള്ള ഗ്ലാസ് തന്നെ ആവണമെന്നില്ല, ഒരു വലിപ്പമുള്ള ഗ്ലാസ്സുകളിൽ വേണം വെള്ളം എടുത്തിട്ട് ഈ ഒരു അളവിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കാനായിട്ട് സ്റ്റൗ കത്തിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. എന്നിട്ട് വേണം അതിലേക്ക് കൂട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് അളവിലുള്ള വെള്ളത്തിനാണ് ഞാൻ 1 ടീസ്പൂണ് പൊടിച്ച ചുക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കേണ്ടത് ജീരകമാണ്. പൊടിച്ച ജീരകം ഇട്ട് കൊടുക്കാം. ഈ അളവിൽ തന്നെ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. തുളസി 2 ഗ്ലാസ് അളവിനുള്ള കണക്കിൽ തന്നെയാണ് ഞാൻ തുളസി എടുത്തിട്ടുള്ളത്. കുറച്ച് തുളസി മാത്രമാണ് എടുത്തിട്ടുള്ളത്. തുളസി ഇപ്പോൾ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. തുളസി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. അത് ഞാൻ ഒരു 5 വലിയ ഇലയാണെങ്കിൽ 5 ഇല എടുക്കുക. ഒരു 10 ചെറിയ ഇലയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഇലകളായതുകൊണ്ട് 10 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അത് ചതച്ചത് ഇട്ട് കൊടുക്കാം. തുളസിയും പനിക്കൂർക്കയുടെ ഇലയും കൂടിപ്പോയാലും കുഴപ്പമില്ല. അത് അതിനുള്ള ഗുണം കൂടുതൽ കിട്ടുള്ളൂ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ്. ഇത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണത് തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണത്. ഇത്രയും അളവിൽ വേണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തിളച്ച് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് ഊറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ചായയിലിട്ടിട്ടോ കാപ്പി ഇട്ടിട്ടോ കാപ്പിപ്പൊടി ചേർത്തിട്ടോ കുട്ടികൾക്കായാലും ചായയുടെ രൂപത്തിലായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാപ്പി കുടിക്കണവർക്കാണെന്ന് വെച്ചാൽ
കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയോ ശർക്കരയോ ഇട്ടിട്ടായാലും ഇത് തയ്യാറാക്കി എടുക്കാം. ചായയായിട്ടും കാപ്പിയായിട്ടും ഉപയോഗിക്കുന്നവർക്ക് പഞ്ചസാര തന്നെ ആവണമെന്നില്ല. ശർക്കര ഷുഗർ രോഗികൾക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ശർക്കര ഇട്ട് തിളപ്പിച്ച ചായയോ കാപ്പിയായിട്ട് കുടിക്കാം. ഇതൊന്ന് അതൊക്കെ ഒരു ടീസ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇത് ഒരു ഗ്ലാസ് അളവിൽ ചായ അര രൂപത്തിൽ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടാറി കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് അരിപ്പ വെച്ച് അരിച്ച് ഒഴിക്കുക. ഇതിപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് തയ്യാറായിട്ട് കിട്ടാനായിട്ട്. ഇതൊരു ഗ്ലാസ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ചേരുവകളും ഒരുപോലെ ചേർത്ത് തയ്യാറാക്കിയ ഒരു ഔഷധക്കൂട്ടാണിത്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ കളറിൽ കാണുമ്പോൾ എന്താണെന്ന് കരുതരുത്. മഞ്ഞ കളറ് മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ടാണ്. പിന്നെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടുതൽ ചേർക്കാത്തത് കൊണ്ടും കൂടിയാണ്. കുട്ടികൾക്ക് അര ഗ്ലാസും വലിയവർക്ക് ഒരു ഗ്ലാസും വീതം രാവിലെയും വൈകിട്ടും കുടിക്കാവുന്നതാണ്. കുട്ടികൾക്ക് കുറച്ചുകൂടി മധുരം ചേർത്തിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇത് 7 ദിവസം നിങ്ങൾ അടുപ്പിച്ച് കുടിച്ചാൽ നിങ്ങളുടെ കഫക്കെട്ടും ചുമയും പനിയൊക്കെ മാറും. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ രീതിയിൽ തയ്യാറാക്കി കിട്ടിയിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണിത്. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്താം.